ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് നമുക്കൊരു റിട്ടേൺ മന്ത്ലി ബാങ്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും അല്ലേ? അപ്പോൾ അതിനുള്ള ഒരു വഴിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഞാൻ ഈ പറഞ്ഞ പ്രോസസ്സിൻ്റെ പേര് SWP എന്നാണ്, സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എന്നാണ്. ഇത് സാധാരണ ചെയ്യാനായിട്ട് പല മെത്തേഡുകളുണ്ട്. ആദ്യം വലിയ ഒരു എമൗണ്ട് നമ്മൾ ഇട്ടിട്ട് നമ്മൾ വിഡ്രോ ചെയ്യുന്ന, എല്ലാ മാസവും വിഡ്രോ ചെയ്യുന്ന ഒരു മെത്തേഡ്. രണ്ട്, നമ്മളൊരു കോർപ്പസ് SIP രീതിയിൽ ബിൽഡ് ചെയ്തിട്ട് റിട്ടേൺ സ്ഥിരമായിട്ട് എടുക്കുന്നത്. അതായത് കുറച്ച് കാലം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും, അതിനുശേഷം നമ്മളൊരു കോർപ്പസ് ഉണ്ടാക്കും, അതിനുശേഷം നമ്മൾ ഒരു എമൗണ്ട് വിഡ്രോ ചെയ്യും. അപ്പോൾ അതെങ്ങനെയൊക്കെ ചെയ്യാം, എത്രയൊക്കെ വിഡ്രോ ചെയ്യാം, എത്രയൊക്കെ നമുക്ക് റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്യാം, ഈ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് കുറച്ച് മ്യൂച്വൽ ഫണ്ടുകൾ നോക്കാം. നിപ്പോൺ ഇന്ത്യയുടെ സ്മോൾ ക്യാപ്പ് ഫണ്ട്. അപ്പോൾ ഈ ഫണ്ടിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് 10 വർഷത്തെ റിട്ടേൺ ആണ്. 19.60% പെർ ആനമാണ് കേട്ടോ. എല്ലാ വർഷവും ഈ ഒരു റിട്ടേൺ ഈ ഒരു ഫണ്ട് തരുന്നുണ്ട്. 7 വർഷത്തേത് 18.81 ശകലം കുറവാണ് 10 വർഷത്തെ റിട്ടേൺ വെച്ച് നോക്കുമ്പോൾ. 5 വർഷത്തെ ഭീകര റിട്ടേൺ ആണ് 39% മുകളിൽ. 3 വർഷത്തേത് ഭീകരമായിട്ടുള്ള ഒരു റിട്ടേൺ ആണ് 20%, അല്ല 19.58%. 2 വർഷത്തേത് 27.45%. അപ്പോൾ ഈ ഒരു റിട്ടേണിന് നമുക്കൊരു യൂണിക്നെസ് ഇല്ല, വളരെയധികം ഫ്ലക്ച്വേറ്റഡ് ആണ്. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്, ഈ ഫണ്ട് വളരെയധികം താഴേക്ക് പോകുന്നുണ്ട്, വളരെയധികം മുകളിലേക്കും പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ റിട്ടേണിൽ വ്യത്യാസം വന്നത്. അപ്പോൾ വളരെയധികം താഴേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ഫണ്ട് ഒരു 5% താഴേക്ക് പോകുമ്പോൾ നിങ്ങൾ ഒരു ഇത്ര പൈസ ഞാൻ എക്സ്ട്രാ അതിൽ ഇൻവെസ്റ്റ് ചെയ്യും എന്ന ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ടിൻ്റെ റിട്ടേൺ കൂട്ടാനായിട്ട് സാധിക്കും. അതുപോലെ ഇത് സ്മോൾ ക്യാപ്പ് ഫണ്ടാണ്. സ്മോൾ ക്യാപ്പ് ഫണ്ടിൽ നമ്മുടെ ക്യാപിറ്റലിൻ്റെ എത്ര പേഴ്സൻറ്റേജ് അലോക്കേറ്റ് ചെയ്യാം? ഓരോരുത്തരും ഓരോ ഇതാണ്. ചിലവർ 20% അലോക്കേറ്റ് ചെയ്യും, ചിലവർ 30% അലോക്കേറ്റ് ചെയ്യും. ഞാൻ പറയുന്നത് 30 വരെ മതി എന്നുള്ളതാണ്. 30% വരെ മാക്സിമം നമ്മുടെ ക്യാപിറ്റലിൻ്റെ ഇത് നമുക്ക് സ്മോൾ ക്യാപ്പ് ഫണ്ടിൽ അലോക്കേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഏറ്റവും വലിയ വർഷത്തെ ഏറ്റവും കൂടുതൽ പീരീഡിലുള്ള ഒരു റിട്ടേൺ എടുക്കുകയാണ്. അത് 19.60% ഈ റിട്ടേൺ. ഈ റിട്ടേൺ നമ്മളിപ്പോൾ കാൽക്കുലേഷന് വേണ്ടി ഉപയോഗിക്കുകയാണ്. നോർമലി നമ്മൾ കാൽക്കുലേഷന് വേണ്ടി 12% ഉപയോഗിക്കുന്നത്. ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് കോമൺ ആയിട്ട് ഒരു നിഫ്റ്റിയുടെയൊക്കെ ഒരു റിട്ടേൺ വെച്ചിട്ട് ഈ 12 ഉപയോഗിക്കുന്നത്. പക്ഷേ ഞാനിവിടെ 19 ഉപയോഗിക്കുന്നു. ഈ ഒരു ഫണ്ട് എടുത്താൽ നമുക്ക് 10 വർഷം കൊണ്ട് ഈ റിട്ടേൺ കിട്ടാൻ സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇത് ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്കത് കുറച്ചിട്ടും നോക്കാം കേട്ടോ. രണ്ടും നമുക്ക് നോക്കണമല്ലോ, കുറച്ചിട്ടും നോക്കാം. അതുപോലെ ഫണ്ടുകൾ സെലക്ഷൻ നമ്മൾ കുറച്ച് താഴേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറേ ഫണ്ടുകൾ കാണാൻ പറ്റും. അത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് SIP കാൽക്കുലേറ്ററാണ്. അപ്പോൾ ഒരു ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു സാധാരണക്കാരൻ തുടങ്ങുമ്പോൾ അദ്ദേഹം SIP ആയിട്ടായിരിക്കും തുടങ്ങുന്നത്. വലിയൊരു കോർപ്പസ് ആയിരിക്കില്ല ഇടുന്നത്. വലിയ കോർപ്പസ് ഇട്ടിട്ട് ഇത് ഈ SIP ഒരു കോർപ്പസ് ആകുമ്പോൾ അത് വലിയ ഇതായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് അത് കാണിക്കുന്നുണ്ട് കേട്ടോ, വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ മന്ത്ലി ഒരു 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾ, ഏതൊരാൾക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു 10,000 രൂപ മാറ്റി വെക്കാൻ പറ്റുന്ന ഒരാൾ, അദ്ദേഹം 10 വർഷത്തേക്ക് ഈ ഒരു ഫണ്ടിൽ, നമ്മളിപ്പോൾ നിപ്പോൺ ഇന്ത്യയുടെ സ്മോൾ ക്യാപ്പ് ഫണ്ട് കണ്ടു, ആ ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 19% റിട്ടേൺ വെച്ചിട്ട് അദ്ദേഹത്തിന് മെച്യൂരിറ്റി ആകുമ്പോൾ 35,85,000 രൂപ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. ഓർക്കുക, 19% എന്നുള്ളത് ആ ഒരു ഫണ്ടിൽ കിട്ടിയ റിട്ടേൺ ആണ്. ഫ്യൂച്ചറിൽ അത് കിട്ടണമെന്ന് നിർബന്ധമില്ല കേട്ടോ, അത് തീർച്ചയായിട്ടും ഓർക്കുക. അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് നമുക്കിവിടെ കാണാൻ പറ്റും. ടോട്ടൽ ഈ 10 വർഷം കൊണ്ട് 12 ലക്ഷം രൂപയാണ് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. SIP ആകുമ്പോൾ അത് അധികം അറിയുന്നില്ല, മാസം 10,000 രൂപ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് പോയി അത് 12 ലക്ഷമായിട്ട് മാറുന്നുണ്ട്. അദ്ദേഹത്തിന് 23.85 ലക്ഷത്തിൻ്റെ ലാഭം കിട്ടിയിട്ടുണ്ട്. മൊത്തം അദ്ദേഹത്തിൻ്റെ കോർപ്പസ് എന്ന് പറയുന്നത് 35.85 ലക്ഷമായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പേഴ്സൻറ്റേജ് കുറച്ചൊന്ന് 12 ആക്കി നോക്കാം കേട്ടോ. കാരണം നമ്മൾ അത് എക്സ്പെക്റ്റ് ചെയ്താൽ മതി. ഈ ഒരു ഫണ്ട് മാത്രമല്ല, ഒരുപാട് ഫണ്ടുകൾ ഈ ഒരു റിട്ടേൺ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് വെച്ചൊന്ന് കൂട്ടിയെന്നുള്ളൂ. ഇപ്പോൾ ഞാനിവിടെ ഇത് 12 ആക്കിയിട്ട് കുറയ്ക്കുകയാണ്. നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാകണ്ടേ, അതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ 12% അദ്ദേഹത്തിന് ഓൺ ആൻ ആവറേജ് റിട്ടേൺ കിട്ടിയെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾമോസ്റ്റ് ഡബിൾ ആകുന്നുണ്ട്. നോക്കാം നമുക്ക്. 12 ലക്ഷം രൂപ തന്നെയാണ് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് 23.23 ലക്ഷം ആകുന്നുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ ലാഭം എന്ന് പറയുന്നത് 11.23 ലക്ഷം രൂപയാണ്. അപ്പോൾ സ്മോൾ ക്യാപ്പ് ഫണ്ടിലൊക്കെ കൂടുതൽ റിട്ടേൺ കിട്ടാനും അതുപോലെ കൂടുതൽ റിസ്ക് ഉള്ള ഫണ്ടും കൂടിയാണ്. വളരെ അധികം മുകളിലേക്ക് പോകും, വളരെയധികം താഴേക്ക് പോകും. ഈ താഴേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ഇപ്പോൾ SIP 10,000 ആണെങ്കിൽ ഒരു 10,000 കൂടി എക്സ്ട്രാ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അങ്ങനെ പല വട്ടം അത് താഴേക്ക് പോകുമ്പോൾ മുകളിലേക്ക് പോകുകയും ചെയ്യും. ഹൈലി സൈക്ലിക്കാണ്. അപ്പോൾ അങ്ങനെ താഴേക്ക് പോകുമ്പോൾ 5% അല്ലെങ്കിൽ 10% താഴെ പോകുമ്പോൾ ഞാൻ ഇത്ര പൈസ എക്സ്ട്രാ ഇടും എന്നൊരു തീരുമാനമെടുത്താൽ
നമുക്ക് റിട്ടേൺ കൂട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ 12% വെച്ചും കൂട്ടിയിട്ടുണ്ട്, 19% വെച്ചും കൂട്ടിയിട്ടുണ്ട്. വീണ്ടും ഞാൻ ആ 19%ലേക്കൊന്ന് മാറ്റിയതിന് ശേഷം SWPയിലേക്ക് വരാം. അതായത് മാസം നമുക്ക് എത്ര തുക വിഡ്രോ ചെയ്യാൻ പറ്റുമെന്നുള്ളത്, 10 വർഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, എത്ര തുക വിഡ്രോ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കാം. 35,85,000 രൂപയാണല്ലേ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് SWP കാൽക്കുലേറ്ററാണ്, സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ. ഇപ്പോൾ ഞാനിവിടെ ചില കാൽക്കുലേഷനൊക്കെ നടത്തി. ഇത് നമ്മൾ ആ ഫണ്ടിലിടുന്നു, അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു ഫണ്ടിലേക്ക് മാറ്റാം, എങ്ങനെ വേണമെങ്കിലും ഇത് ചെയ്യാം. അപ്പോൾ ആ ഫണ്ടിൽ കിടക്കുന്നു എന്ന് വിചാരിച്ചോളൂ. അതിൽ നമുക്ക് ഇനിയും 19% റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്യാവോ? ഇനിയും 19% റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്താൽ ഭയങ്കരമായിരിക്കും. അപ്പോൾ ഞാൻ പറയുന്നത് അത്രയും എക്സ്പെക്റ്റ് ചെയ്യണ്ട എന്നുള്ളതാണ്. 12% അല്ല 19 വെച്ച് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷെ അത് നാച്ചുറലി എല്ലാ കാലത്തെയും 19 കിട്ടാനുള്ള സാധ്യതയില്ലല്ലോ. 19 വെച്ച് നമ്മൾ ചെയ്യുകയാണ് എങ്കിൽ 35 ലക്ഷം രൂപയാണ് നമുക്ക് 10 വർഷമായപ്പോൾ മെച്യൂരിറ്റി ആയത്. ഇനി അതിൽ നിന്ന് നമ്മൾ മാസം ഒരു 50,000 രൂപ വെച്ച് വിഡ്രോ ചെയ്യണം. നമ്മൾ 10,000 ആയിരുന്നു നമ്മുടെ SIP കേട്ടോ, 5 ഇരട്ടിയാണ് നമ്മൾ വിഡ്രോ ചെയ്യുന്നത്. അപ്പോൾ കുറേ കഴിയുമ്പോഴത്തേനും, ഇപ്പോൾ 10 വർഷമൊക്കെ ആകുമ്പോഴത്തേനും എന്തായാലും പണപ്പെരുപ്പവും മറ്റുമൊക്കെ വന്നിട്ട് രൂപയുടെ മൂല്യം കുറയാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അത് ഒരു 5 ഇരട്ടി എന്നൊക്കെ പറയും ഭയങ്കരമാണ് അല്ലേ. 10,000 രൂപ നമ്മൾ മാസം ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ ഈ കോർപ്പസ് ആക്കിയിട്ട് എല്ലാ മാസവും 50,000 രൂപ വെച്ച് വിഡ്രോ ചെയ്യുന്നു. അങ്ങനെ വിഡ്രോ ചെയ്താൽ പോലും 10 വർഷം കൊണ്ട് നമ്മൾ വിഡ്രോ ചെയ്യുന്നത് 60 ലക്ഷം രൂപയാണ്. ഇവിടെ കാണാം 60 ലക്ഷം രൂപയാണ്. ഫൈനൽ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് 56.92 ലക്ഷമാണ്, 57 ലക്ഷത്തിന് അടുത്ത്. അതായത് 35 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് 50,000 രൂപ മാസം വിഡ്രോ ചെയ്തിട്ടും ഫൈനൽ പോർട്ട്ഫോളിയോ 56 ലക്ഷം രൂപയുണ്ട്. അതായത് അത് കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് 35 ലക്ഷത്തിൽ തന്നെ നിർത്തിയാൽ മതി അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വിഡ്രോ എമൗണ്ട് നമുക്ക് കൂട്ടാം. ഇവിടെ ഈ ഭാഗത്ത് നോക്കുക കേട്ടോ, ഇവിടെ ഫൈനൽ പോർട്ട്ഫോളിയോ നമുക്ക് 36 ലക്ഷം വരണം. 54,000 വെച്ചിട്ടാലും കൂടുതലുണ്ട്. അപ്പോൾ ഒരു 55,000, 39 ലക്ഷം. ഓക്കെ, 55,000 വെച്ചാൽ മതി. അപ്പോൾ ഒരു 55,000 വെച്ചിട്ട് നമ്മൾ എല്ലാ മാസവും വിഡ്രോ ചെയ്യുകയാണെങ്കിൽ പോലും നമ്മുടെ പോർട്ട്ഫോളിയോ കൂടുകയുള്ളൂ, കുറയുന്നില്ല. പക്ഷേ അവിടെയൊക്കെ ഒരു പ്രശ്നമുണ്ട്. ഈ 19% ആ ഒരു പ്രശ്നം. അതുകൊണ്ട് നമ്മൾ വിഡ്രോ ചെയ്യുന്ന സമയത്ത് ഇത്രയും റിട്ടേൺ കിട്ടുന്നില്ല എന്ന് പ്രതീക്ഷിച്ചോളൂ. ഇത്രയും നമുക്ക് കിട്ടുന്നില്ല. ഇത് നമ്മൾ 12% നമ്മൾ കുറയ്ക്കുന്നു. 12% കിട്ടുന്നുള്ളൂ എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. 12%. ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന 55,000 രൂപ നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കില്ല. നമുക്കൊരു 33,000 രൂപ, അതായത് നമ്മുടെ SIP 10,000 ആണെന്ന് ഓർക്കണം, വീണ്ടും 3 ഇരട്ടിക്ക് മുകളിലാണ്. 33,000 രൂപ വെച്ച് മാസം നമ്മൾ വിഡ്രോ ചെയ്താൽ പോലും 10 വർഷം കഴിയുമ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോ 41.65 ലക്ഷം രൂപ ഉണ്ടാകുകയും ചെയ്യും. നമ്മൾ നമ്മുടെ നേടിയ ഒരു കോർപ്പസ് എന്ന് പറയുന്നത് 35.85 ലക്ഷം രൂപയാണ്. അതിലും കൂടുതലായിരിക്കും ഈ പോർട്ട്ഫോളിയോ ഉണ്ടാകുക. ഏകദേശം നമുക്കൊരു 33,000 രൂപ വെച്ചിട്ട് ഈ 12% റിട്ടേൺ കിട്ടിയുള്ളൂ എങ്കിലും നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് SIP നിരന്തരം ചെയ്യുക, മാർക്കറ്റ് കറക്ഷൻസ് വരുമ്പോൾ കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പറ്റണമെന്നില്ല. പിന്നെ നമ്മൾ ഓരോ ഫണ്ടുകളിലും ഒരു അലോക്കേഷൻ വെക്കണം. ഇത്ര പൈസയാണ് നമ്മൾ ഇടുന്നതെന്നുള്ളത്, ആ ഒരു അലോക്കേഷൻ വെക്കണം. പിന്നെ നമ്മളെപ്പോഴും കാൽക്കുലേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടെ ഈ 19% ആ ഫണ്ടിൽ റിട്ടേൺ കിട്ടി. നമുക്ക് റിട്ടേൺ കിട്ടിയത് കൊണ്ടാണ് നമ്മളത് കാണിച്ചത്. പക്ഷേ അതിന് കുറച്ച് കൂട്ടുക, കുറച്ച് എക്സ്പെക്റ്റ് ചെയ്യുക. 19 കിട്ടിയിട്ടുണ്ട്, ഓക്കെ, നമ്മളത് 12 ആയിട്ട് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യുക. കണക്കിനൊക്കെ അത് കൂട്ടുക. അതാണ് എല്ലാവരും അങ്ങനെ കൂട്ടുന്നത്. പിന്നെ അതിൽ കൂടുതൽ കിട്ടുമ്പോൾ നമുക്ക് സന്തോഷമായിരിക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കൂട്ടുന്നത്. 12% റിട്ടേൺ കിട്ടിയുള്ളെങ്കിൽ പോലും 10 വർഷം കൊണ്ട് നമ്മുടെ ക്യാപിറ്റൽ ഏതാണ്ട് ഡബിൾ ആകുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ടോട്ടൽ 23 ലക്ഷം രൂപയുണ്ട്. 23.23 ലക്ഷം രൂപയുണ്ട്. അപ്പോൾ ഇത് നമുക്ക് SWPയിലേക്ക് ഒന്ന് ഇട്ട് നോക്കാം എങ്ങനെയാണ് എന്നുള്ളത്. 23.23 ലക്ഷം അല്ലേ. 23.23 ലക്ഷം നമ്മളിട്ടു. വിഡ്രോ നമുക്ക് ഈ പറയുന്ന 33,000 ഒന്നും കൊടുക്കാൻ പറ്റില്ല. നമ്മൾ ഇവിടെയും 12% തന്നെയാണ് റിട്ടേൺ കൂട്ടുന്നത് എന്ന് കരുതിക്കോളൂ. എന്നാൽ പോലും നമുക്ക് ഏകദേശം ഒരു 20,000, 22,000 നോക്കിക്കേ, 22,000 രൂപ നമ്മൾ വിഡ്രോ ചെയ്യുന്നു. 10,000, അതായത് 10 വർഷം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഡബിളിൽ കൂടുതൽ നമ്മൾ എല്ലാ മാസവും വിഡ്രോ ചെയ്യുന്നു. 12% തന്നെ റിട്ടേൺ നമ്മൾ കൂട്ടുന്നുള്ളൂ. 10 വർഷം കഴിയും, വീണ്ടും ഒരു 10 വർഷം കഴിയുമ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് 25,55,000 രൂപ ഉണ്ടാകുകയും ചെയ്യും. നമുക്ക് ഇതേ പൈസ തന്നെ ഇങ്ങനെ നിരന്തരം വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കാനും പറ്റും. ഈ മുതൽ ചെറിയ രീതിയിൽ വളരുന്നുണ്ടാകും. ടോട്ടൽ നമ്മൾ വിഡ്രോ ചെയ്യുന്നത് 26,40,000 രൂപ നമ്മൾ അവിടെ വിഡ്രോയും ചെയ്യുന്നുണ്ട്. ഒരു 10,000 രൂപ SIP ചെയ്യുന്ന ഒരാളുടെ കാര്യമാണ് ഞാനീ പറയുന്നത്. ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇത് കൂട്ടണ്ട. നമ്മുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്? 10,000 രൂപ വെച്ച് നമ്മൾ 10 വർഷം ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ എത്രയാണ്? നമുക്ക് മറ്റേ വിൻഡോയിൽ കാണാമല്ലോ, 12 ലക്ഷം രൂപയാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് ഈ പറയുന്ന 23.23 ലക്ഷമല്ല, അത് ആ
12 ലക്ഷം അല്ലെങ്കിൽ നമ്മുടെ 10,000 രൂപ വെച്ചുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വളർന്നതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഇത് കണ്ടില്ലേ, 12 ലക്ഷം രൂപയാണ് നമ്മൾ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഒരു ഭംഗി തോന്നിയില്ല. ഇപ്പോൾ നമ്മൾ ആ ഒരു ഫണ്ടിൻ്റെ ആക്ച്വൽ റിട്ടേൺ വെച്ചിട്ടും കാൽക്കുലേറ്റ് ചെയ്തു, നോർമലി കാൽക്കുലേഷൻ ഉപയോഗിക്കുന്ന ഇത് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഫണ്ടുകൾ ഒന്ന് നോക്കണം കേട്ടോ. ഈ ഫണ്ടുകളൊക്കെ ഒന്ന് നോക്കി വെച്ചോളൂ. മ്യൂച്വൽ ഫണ്ടിൻ്റെ ഡിസ്ക്ലൈമറുണ്ട്, വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതൊക്കെ മാർക്കറ്റ് ഇതിൻ്റെ അനുസരിച്ച് റിസ്ക് ഉണ്ട്, മനസ്സിലാക്കി മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഈ ക്വാണ്ടിൻ്റെ ELSS ഫണ്ടുണ്ട്. ഇത് ടാക്സ് സേവ് ഫണ്ടാണ്. ടാക്സ് പേ ചെയ്യുന്നവരൊക്കെ എന്തായാലും ഒരു ELSS ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ടാക്സ് കുറച്ച് ലാഭിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഫണ്ടാണ് ഇത്. അവനവൻ്റെ ഇതനുസരിച്ചിട്ട് 1.5 ലക്ഷം രൂപ വരെയാണ് നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുക. അപ്പോൾ അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്താലും മതിയാകും പെർ ഇയർ കേട്ടോ. ലോക്കിംഗ് പീരീഡൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് 18.68% ഒരു വർഷത്തെ റിട്ടേൺ. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഈ സ്മോൾ ക്യാപ്പിൽ മാത്രമല്ല, ഏകദേശം അത്രയും റിട്ടേൺ അതിൻ്റെ അടുത്തൊക്കെ റിട്ടേൺ സാധ്യതയുള്ള മറ്റു ഫണ്ടുകളിൽ കൂടി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടാക്സ് മിക്കവരും കൊടുക്കുന്നവരായിരിക്കും. അപ്പോൾ ഈ ELSS ഫണ്ട് അവർക്ക് ആവശ്യമുണ്ടായിരിക്കും. ഇതിപ്പോൾ ഏത് വേണമെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. ഒരുപാട് ELSS ഫണ്ടുകളുണ്ട്. ഞാൻ ഈ 10 വർഷത്തെ ഏറ്റവും കൂടുതൽ റിട്ടേൺ കിട്ടിയിട്ടുള്ള കുറച്ച് നല്ല ഫണ്ടുകളാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ക്വാണ്ടിൻ്റെ സ്മോൾ ക്യാപ്പ് ഫണ്ടുണ്ട്. ഇപ്പോൾ നിപ്പോൺ ഇന്ത്യയുടെ സ്മോൾ ക്യാപ്പ് ഫണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. ഇനി ക്വാണ്ടിൻ്റെ സ്മോൾ ക്യാപ്പ് ഫണ്ട് കൂടി ഇൻവെസ്റ്റ് ചെയ്യണോ? നമ്മുടെ ക്യാപിറ്റലിൻ്റെ 30% നമ്മൾ നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ്പിൽ ഇട്ട് കഴിഞ്ഞു. ഇനി പോയിട്ട് ഈ സ്മോൾ ക്യാപ്പിൽ ഇടണോ? ഞാൻ പറയുക നോ എന്നാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യേണ്ടതില്ല. നമുക്ക് വേറെ ഫണ്ടുകളുണ്ട്, ഡൈവേഴ്സിഫൈ ചെയ്ത് വേറെ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ക്വാണ്ടിൻ്റെ തന്നെ ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടുണ്ട്. ഇതിപ്പോൾ പരാഗ് ഫരേക്ക് ഉണ്ട്, ഫ്രാങ്ക്ലിൻ ഇന്ത്യ ഉണ്ട്, അങ്ങനെ ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടുകൾ പലതുണ്ട്. അപ്പോൾ ഒരു ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ലല്ലോ, ഒരു കുഴപ്പമില്ല. ഫ്ലെക്സി ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതിൻ്റെ 10 വർഷത്തെ റിട്ടേൺ എന്ന് പറയുന്നത് 17.92%. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഫ്ലെക്സി ക്യാപ്പ് എന്ന് പറയുമ്പോൾ അതിൽ 3 മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വരികയും ഫണ്ട് മാനേജർക്ക് ഏത് മാർക്കറ്റ് ക്യാപ്പിലുള്ള കമ്പനികളിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഡിസിഷൻ എടുക്കാനുള്ള പെർമിഷൻ ഉണ്ട് തരും. അപ്പോൾ അങ്ങനത്തെ ഫണ്ടാണ്. അപ്പോൾ അതെത്ര ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പേഴ്സൻറ്റേജ് പറയുന്നില്ല. ലാർജ് ക്യാപ്പിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു 50% ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ ഉണ്ടായിരിക്കണം. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാനത് കാണിക്കുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ ഫണ്ടിൻ്റെ എത്ര ലാർജ് ക്യാപ്പിൽ എത്ര വരുന്നുണ്ട്, മിഡിൽ എത്ര വരുന്നുണ്ട്, അങ്ങനെ. അപ്പോൾ അത് നോക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഒരു 30% മിഡ് ക്യാപ്പിലും ഒരു 20% സ്മോൾ ക്യാപ്പിലും ആക്കാം. ഇത് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഉചിതമനുസരിച്ച് മാറ്റാം. 30% സ്മോൾ ക്യാപ്പ്, 20% മിഡ് ക്യാപ്പ്, അങ്ങനെ ആക്കാം. അല്ലെങ്കിൽ ഇങ്ങനെയാക്കാം: 40% ലാർജ് ക്യാപ്പ്, 30% മിഡ് ക്യാപ്പ്, 30% സ്മോൾ ക്യാപ്പ്, ഇങ്ങനെയാക്കാം. ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, മാക്സിമം സ്മോൾ ക്യാപ്പിൽ 30% എന്ന് പറഞ്ഞാൽ അത് 20 ആയാലും തെറ്റൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ. പിന്നെ അടുത്ത SBIയുടെ സ്മോൾ ക്യാപ്പ്. അപ്പോൾ ഇങ്ങനെ സ്മോൾ ക്യാപ്പ് തന്നെ നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടതില്ല. ഈ ഒരു റൂള് നമ്മൾ ഫോളോ ചെയ്യുക. ഇനി അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് HBSCയുടെ സ്മോൾ ക്യാപ്പാണ്. പിന്നെ ആക്സിസിൻ്റെ സ്മോൾ ക്യാപ്പ്. അതായത് നമ്മളിവിടെ കാണുന്നുണ്ട് സ്മോൾ ക്യാപ്പിനാണ് ഏറ്റവും കൂടുതൽ റിട്ടേൺ നമുക്കിവിടെ കിട്ടുന്നതെന്ന് നമ്മളിവിടെ കാണുന്നുണ്ട്. ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ളതും ഈ സ്മോൾ ക്യാപ്പിന് തന്നെയാണ്. ഈ കഴിഞ്ഞ മാർക്കറ്റ് കറക്ഷനിൽ നിഫ്റ്റി ഇടിച്ചതിൻ്റെ ഡബിളാണ് സ്മോൾ ക്യാപ്പ് ഇടിച്ചത് കേട്ടോ. നിഫ്റ്റി 15% മാക്സിമം ഇടിച്ചിട്ടുണ്ടെങ്കിലും സ്മോൾ ക്യാപ്പ് 30-ൻ്റെ മുകളിൽ പോയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള റിസ്ക്കുകൾ അവിടെയുണ്ട്. അതുകൊണ്ട് കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ. ഇനി ക്വാണ്ടിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറുണ്ട്. തീമാറ്റിക് ഫണ്ടാണ്. ഒരുപാട് പൈസ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യരുത് തീമാറ്റിക്കിൽ. അനുയോജ്യമായ സമയങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും വേണമെങ്കിൽ പിന്നീട് വിഡ്രോ ചെയ്യുകയും ചെയ്യുന്നവർ ഇത് വേണമെങ്കിൽ നമുക്ക് ഇതിൽ ഡിപ്പെൻഡ് ചെയ്യാം. ഭയങ്കര സൈക്ലിക്കാണ് ഈ ഇൻഫ്രാസ്ട്രക്ചർ. ചില വർഷം ഭയങ്കര റിട്ടേൺ കിട്ടും, 50-60% കിട്ടുക. പിന്നീട് അതൊരു കറക്ഷനിലേക്ക് പോകും. ഇങ്ങനെ കാണാറുണ്ട്. ഇനി അടുത്ത പരാഗ് പരീഖിൻ്റെ ഫ്ലെക്സി ക്യാപ്പ്. ഫ്ലെക്സി ക്യാപ്പ് പരാഗ് പരീഖിൻ്റെയിൽ 10 വർഷത്തെ റിട്ടേൺ എന്ന് പറയുന്നത്, ആനുവൽ റിട്ടേൺ എന്ന് പറയുന്നത് 16.63%. ഫ്ലെക്സി ക്യാപ്പ് നമ്മൾ വേറെ ഒരെണ്ണം കണ്ടു കഴിഞ്ഞു. ക്വാണ്ടിൻ്റെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ക്വാണ്ടിൻ്റെ വേണോ പരാഗ് പരീഖിൻ്റെ വേണോ എന്നുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ക്വാണ്ടിൻ്റെ ELSS ഫണ്ടിൽ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ AMC വൈസ് അയാൾക്ക് ഡൈവേഴ്സിഫൈ ചെയ്യണമെങ്കിൽ അയാൾക്ക് പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ്പ് പരിഗണിക്കാം, ക്വാണ്ട് പരിഗണിക്കേണ്ടതില്ല. അങ്ങനെയാണ് നമ്മളിങ്ങനെ ഫണ്ട് സെലക്ട് ചെയ്യുക. പിന്നെ അടുത്ത് മൾട്ടി ക്യാപ്പ്. ഇപ്പം നമ്മൾ ഇതുവരെ മൾട്ടി ക്യാപ്പിലൊന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല അല്ലേ. അപ്പോൾ മൾട്ടി ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ ലാർജ് ക്യാപ്പും മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ഉണ്ട്. മൾട്ടി ക്യാപ്പ് തന്നെ ചെയ്യുന്നവരത് പക്ക അതിൽ തന്നെ ഡൈവേഴ്സിഫൈഡ് ആണ് മൾട്ടി ക്യാപ്പ്. അതിൽ സ്മോൾ ക്യാപ്പും ഉണ്ട്. ഇവിടെ ക്വാണ്ടിൻ്റെ ആക്റ്റീവ് ഫണ്ടുണ്ട്. ഇതൊരു മൾട്ടി ക്യാപ്പ് ഫണ്ടാണ്. ഇത് 10 വർഷത്തെ റിട്ടേൺ എന്ന് പറയുന്നത് 16.37% തന്നിട്ടുണ്ട്. എന്നാൽ ഇത് നോക്കൂ, ഒരു വർഷത്തെ റിട്ടേൺ എന്ന് പറയുന്നത് നെഗറ്റീവ് റിട്ടേൺ ആണ്. ഇങ്ങനെയും വരും. 9.2% നെഗറ്റീവ് റിട്ടേൺ ആണ് വന്നേക്കുന്നത്. പരാഗ് പരീഖ് നോക്കൂ, 10.53% പോസിറ്റീവ് റിട്ടേൺ ആണ് വന്നേക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ നോക്കണം കേട്ടോ. ഒരു വർഷത്തെ റിട്ടേൺ നെഗറ്റീവ് വരാം, വരില്ല എന്നൊന്നുമല്ല, വരാം. എന്നാൽ എല്ലാ മൾട്ടി ക്യാപ്പ് ഫണ്ടിലും അങ്ങനെ വരുന്നുണ്ടോ?
ഇല്ല, ഒരിക്കലും അങ്ങനെ വരില്ല. ഇനി നമുക്ക് താഴേക്ക് പോകുമ്പോൾ മറ്റ് മൾട്ടി ക്യാപ്പ് ഫണ്ടുകൾ നമുക്ക് കണ്ടെത്താവുന്നതാണ്. ഇനി ക്വാണ്ടിൻ്റെ മൾട്ടി അസറ്റ് ഫണ്ടുകൾ. ഇത് മൾട്ടി ക്യാപ്പ് അല്ല, പല അസറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഹൈബ്രിഡ് ഫണ്ട് എന്ന് പറയും. അപ്പോൾ ആ ഒരു ഫണ്ടിൽ നമുക്ക് 16.37% റിട്ടേൺ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് 10 വർഷത്തേത്. ഞാൻ കുറച്ചൊന്ന് മുകളിലേക്ക് സ്ക്രോൾ ചെയ്യാം ബാക്കി ഫണ്ടുകൾ കൂടി. പിന്നെ നിപ്പോൺ ഇന്ത്യയുടെ ഗ്രോത്ത് ഫണ്ട്. ഈ ഫണ്ട് നമ്മുടെ പലർക്കും അറിയാവുന്ന ഒരു ഫണ്ടാണ് അല്ലേ, നിപ്പോൺ ഇന്ത്യയുടെ ഗ്രോത്ത് ഫണ്ട്. അത് 1 ഇയർ റിട്ടേൺ എന്ന് പറഞ്ഞാൽ 11.42%. 10 വർഷത്തെ റിട്ടേൺ എന്ന് പറയുന്നത് 16.25%. 7 വർഷത്തേത് 18.53%. 5 വർഷത്തെ 33 സംതിങ് ആണ്. 3 വർഷത്തെ 21.53%. 2 വർഷത്തെ 31.78%. ഇത് ഞാൻ എടുത്ത് പറയാൻ കാരണം ഇത് നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മൾ കൊടുക്കുന്ന ഫണ്ടാണ്. പേഴ്സണലി ഞാനും ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് HDFCയുടെ സ്മോൾ ക്യാപ്പ് ഫണ്ട് വരുന്നുണ്ട്. സ്മോൾ ക്യാപ്പ് കുറേ ആയി അല്ലേ, സ്മോൾ ക്യാപ്പ് നമ്മുടെ റൂൾ അനുസരിച്ച് പോകണം. ഇനി പ്യുവർ സ്മോൾ ക്യാപ്പ് അല്ലാതെ നമ്മളൊരു മൾട്ടി ക്യാപ്പിനും ഫ്ലെക്സി ക്യാപ്പിനും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് സ്മോൾ ക്യാപ്പ് വരുന്നുണ്ട്. അപ്പം നമ്മൾ അതനുസരിച്ചിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യണം. ഇനി മിഡ് ക്യാപ്പ് ഫണ്ട്. മിഡ് ക്യാപ്പിൻ്റെ പറഞ്ഞില്ലല്ലോ, മിഡ് ക്യാപ്പിൽ നമുക്കൊരു 30% ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം അല്ലേ. മിഡ് ക്യാപ്പിൽ 16.8% റിട്ടേൺ ആണ് 10 വർഷത്തേത്. ഇതിൽ മിഡ് ക്യാപ്പ് മാത്രമേ ഉള്ളൂ, ലാർജ് ക്യാപ്പില്ല, സ്മോൾ ക്യാപ്പില്ല. ഈ ഫണ്ടിൽ അതൊന്നുമില്ല. 1 വർഷത്തെ നോക്കി 7.19%. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഫണ്ടുകൾ മാറി മാറി അല്ലെങ്കിൽ ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് നമ്മൾ എടുക്കണം. അടുത്തത് നോക്കുമ്പോൾ കൊട്ടക്കിൻ്റെ സ്മോൾ ക്യാപ്പ് ഫണ്ട്, വീണ്ടും സ്മോൾ ക്യാപ്പാണ്. പിന്നെ മിഡ് ക്യാപ്പിലേക്ക് വരുന്നുണ്ട്. മോട്ടിലാൽ ഓസ്വാളിൻ്റെ മിഡ് ക്യാപ്പ് ഫണ്ടുണ്ട്. മിറായി അസറ്റിൻ്റെ ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് ഫണ്ടുണ്ട്. ഇത് ഞാനീ പറയുന്ന ഫണ്ടുകളൊക്കെ വളരെ നല്ല ഫണ്ടുകളെന്നോ അങ്ങനെയൊന്നുമല്ല. 10 വർഷത്തിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ കിട്ടിയിട്ടുള്ള അത്യാവശ്യം നല്ല ഫണ്ടുകളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 10 വർഷം ഏറ്റവും നല്ല റിട്ടേൺ കിട്ടിയിരിക്കുന്ന ഫണ്ടുകൾ എന്നത് മാത്രമല്ല, അത്യാവശ്യം നല്ല ഫണ്ടുകൾ, ഓൾമോസ്റ്റ് മിക്ക വർഷത്തിലും നല്ല പോസിറ്റീവ് റിട്ടേൺ കിട്ടിയിട്ടുള്ള ഫണ്ടുകൾ കേട്ടോ. അപ്പോൾ ഇതിന് ഏറ്റവും പ്രിയോറിറ്റി കൊടുത്തേക്കുന്ന ഈ ഒരു സ്ഥലത്തെ വിൻഡോയ്ക്ക് ആയതുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത്. ഈ ഒരു ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പകരം ഈ ഒരു പൊസിഷനിലേക്ക് വരാൻ സാധ്യതയുള്ള, അതായത് അടുത്ത 10 വർഷത്തിൽ വരാൻ സാധ്യതയുള്ള ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്താലും മതി. ഇപ്പോൾ നേരത്തെ ഈ ഒരു പൊസിഷനിലെത്തി, ഇതൊക്കെ ഓൾറെഡി ഇത്രയും റിട്ടേൺ തന്ന ഫണ്ടുകളാണ്. ഇനിയും തരില്ല എന്നൊന്നുമല്ല, അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. തരുവോ ഇല്ലയോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇനി അടുത്ത 10 ഇയറിൽ ഈ ഒരു പൊസിഷനിലേക്ക് എത്താൻ സാധ്യതയുള്ള ഫണ്ടുകളില്ലേ, അതിനാണ് ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ നോക്കിയിട്ട് നല്ലതാണ് എന്ന് നമുക്ക്, നല്ല കമ്പനി, നല്ല സെക്ടർ, നല്ല മാനേജ്മെൻറ്റ്, നല്ല ഫണ്ട് മാനേജർ, അങ്ങനെയൊക്കെ നമ്മൾ ഫീൽ ചെയ്യില്ലേ. അപ്പോൾ ആ ഒരു രീതിക്ക് ഇനി എത്താൻ സാധ്യതയുള്ള ഫണ്ടുകളാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇതുപോലെ, കാരണം ഈ പറയുന്ന പല ഫണ്ടുകളും ഞാനും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ 4 ഫണ്ടുകളെക്കുറിച്ച് പറയുന്നുണ്ട്. ആ 4 നല്ല ഫണ്ടുകളാണ് കേട്ടോ. 4 ഫണ്ടുകൾ, 4 ഇയർ അല്ല, 4 ഫണ്ട്സ്. അപ്പോൾ അത് ആ ഫണ്ടുകൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഇതിനെ തൊട്ട് പുറകെ ചെയ്ത വീഡിയോ ആണ്. തമ്പനയിലും ആ ഫണ്ടുകൾ 4 ഫണ്ടെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, നല്ല 4 ഫണ്ടുകളെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഓക്കെയാണ് കേട്ടോ. ഇതിപ്പോൾ ഏറ്റവും കൂടുതൽ റിട്ടേൺ തന്നിട്ടുള്ള ഒരുപാട് ഫണ്ടുകളുണ്ട്. ക്വാണ്ടിൻ്റെ മിഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവെസ്കോ ഇന്ത്യയുടെ മിഡ് ക്യാപ്പ്, ഫ്രാങ്ക്ലിൻ ബിൽഡ് ഇന്ത്യ ഫണ്ട് തീമാറ്റിക്കാണ്, അങ്ങനെ പോകുന്നു. അപ്പോൾ നമുക്കധികം പരിചയമില്ലാത്ത ഫണ്ടുകളൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ അത് നോക്കേണ്ട കാര്യമില്ല. എന്തായാലും ഒരു ഐഡിയ മനസ്സിലായില്ലേ? സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ്, ലാർജ് ക്യാപ്പ്. ലാർജ് ആൻഡ് മിഡൊന്നും അധികം വന്നിട്ടില്ലല്ലോ ഇതിൽ. ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ അത് പറയുന്നത് മോട്ടിലാൽ ഓസ്വാളിൻ്റെ ലാർജ് ആൻഡ് മിഡ് ക്യാപ്പാണ്. അത് നല്ലതാണ്, അവരുടെ നല്ല ഫണ്ടുകളാണ്. ജെഎമ്മിൻ്റെ ഫ്ലെക്സി ക്യാപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. മോട്ടിലാൽ ഓസ്വാളിൻ്റെ ELS ഫണ്ട് കണ്ടോ, 15% പെർ ഇയർ കഴിഞ്ഞ 10 വർഷമായിട്ട് റിട്ടേൺ തരുന്നതാണ്. അപ്പോൾ ഈ റിട്ടേൺ എന്ന് പറയുമ്പോൾ ബിഗിനേഴ്സിനോട് പറയുകയാണ്, ഇതെല്ലാ വർഷവും 15%, അങ്ങനെയല്ല കേട്ടോ. ചില വർഷം 20 ആയിരിക്കും, ചില വർഷം 30 ആയിരിക്കും, ചില വർഷം 10 ആയിരിക്കും, നെഗറ്റീവ് വരാം, അങ്ങനെ വരാം. മാർക്കറ്റാണ്, അതുകൊണ്ട് മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളിക്കാം. അപ്പോൾ നമുക്ക് ഒരു SIP സ്റ്റാർട്ട് ചെയ്യണം അല്ലേ. ഇപ്പോൾ 10,000 രൂപയാണ് നിങ്ങൾ SIP എങ്കിൽ അതൊരിക്കലും ഒരു ഫണ്ടിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യണ്ട. 10,000 രൂപ SIPക്ക് നമ്മുടെ കസ്റ്റമർക്ക് നമ്മൾ കൊടുക്കുന്നത് 4 ഫണ്ടുകളാണ്, 2,500 വെച്ചിട്ട്. ചില കേസുകളിൽ, ചില സമയങ്ങളിൽ നമ്മളത് 2 ഫണ്ട് കൊടുക്കാറുണ്ട്. ഒരു ഫണ്ടുകൾ തന്നെ അപൂർവമാണ് കൊടുക്കാറുള്ളത്. 4 ഐഡിയലായിട്ട് കൊടുക്കുക. ഇപ്പോൾ ചില സമയത്ത് നമുക്ക് തോന്നുകയാണ്, ഇനിയിപ്പോൾ സ്മോൾ ക്യാപ്പ് ഇപ്പോൾ കയറാൻ ഒരു സാധ്യതയില്ല, വളരെ ബുദ്ധിമുട്ടാണ്, താഴേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ വളരെ കഴിഞ്ഞ മാസം അങ്ങനെയൊക്കെ വളരെ താഴേക്കായിരുന്നു സ്മോൾ ക്യാപ്പ് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ സ്മോൾ ക്യാപ്പ് കൊടുത്തിട്ടേ ഇല്ല, ലാർജും മിഡും മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ഈ പറയുന്ന ഫ്ലെക്സി ഉണ്ടാവും, ഗ്രോത്ത് ഫണ്ട് ഉണ്ടാവും, അതൊക്കെ ഉണ്ട്. സ്മോൾ കൊടുത്തിട്ടില്ല, കാരണം അത് അത്രയും താഴെ പോയി, നിഫ്റ്റിയുടെ ഡബിൾ താഴെ പോയി. ഇനി വേണേൽ പരിഗണിക്കാം. പിന്നെയും 12 സ്മോൾ ക്യാപ്പൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറയുന്നത് എന്നാന്ന് വെച്ചാൽ ഡൈവേഴ്സിഫൈ ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ഫണ്ട് മാനേജർ ആരോ അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അല്ലാതെ ഒറ്റയടിക്ക് 10,000 രൂപ ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു 6 മാസം കൂടുമ്പോൾ ആവശ്യമെങ്കിൽ ഒന്ന്
പോർട്ട്ഫോളിയോ ചെക്ക് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ഫണ്ട് മാനേജർ പറഞ്ഞാൽ മതി, ഒന്ന് ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും മാറ്റം വരുത്തണോ. മിക്കവാറും നല്ല ഇതാകുമ്പം ഈ ചെറിയ കാലയളവിനുള്ളിൽ മാറ്റം വരുത്തേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ നിങ്ങളോട് പറയും. അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഫണ്ട് മാനേജേഴ്സുമായിട്ട് ഒന്ന് ചർച്ച ചെയ്തിട്ട് ഡിസിഷൻ എടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ്. SIP ഒരു കോർപ്പസ് ആക്കുന്നു, അതിനുശേഷം അത് SWP ആക്കുന്നു. അപ്പോൾ നമ്മൾ ചിലപ്പോൾ വേറെ ഒരു കാര്യം ചെയ്യും, ഈ ഫണ്ടിൽ തന്നെ ആയിരിക്കില്ല ഇൻവെസ്റ്റ് ചെയ്യുക, ഇതിൻ്റെ ചിലപ്പോൾ ഒരു പൈസ എടുത്തിട്ട് മറ്റൊരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ ചെയ്യാം. പിന്നെ ഈ ടാക്സ് സേവ് ചെയ്യുന്നവർ ആ ഒരു ലെവലിലും അവർ ചെയ്യാറുണ്ട്. കാരണം 1.25 ലക്ഷം രൂപയ്ക്ക് ലാഭത്തിന് 1.25 ലക്ഷം ലാഭത്തിന് ടാക്സ് ഇല്ല. ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കേട്ടോ, ഷോർട്ട് ടൈം അല്ല, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്. അപ്പോൾ അവർ ചിലപ്പോൾ അത് വിഡ്രോ ചെയ്ത് വേറെ ഒരു ഫണ്ടിലേക്ക് ഇടുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. പല രീതിയിൽ ചെയ്യാം. എന്തായാലും ഞാൻ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല, ഏകദേശം ഒരു ഐഡിയ കിട്ടിയാൽ മതി. ബാക്കി നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ആയിട്ട് ഇതായി കഴിയുമ്പോൾ ചിന്തിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഈ ചെറിയ ഇത് വെച്ചിട്ട് തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ശീലിക്കുക. അപ്പോൾ നമുക്ക് വലുത് കിട്ടുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമായിരിക്കും. അതുകൊണ്ട് ഇവിടെ ഞാൻ 12% വെച്ച് കിട്ടിയത് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. സ്മോൾ ക്യാപ്പിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എക്സ്ട്രാ ഒരു പൈസയും കൂടെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒന്ന് സൂക്ഷിക്കുക. എങ്ങനെയാണെന്ന് വെച്ചാൽ മാർക്കറ്റൊക്കെ ഒരു 10% മാർക്കറ്റ് എന്ന് പറയുന്നത് നിഫ്റ്റിയാണ്. അപ്പോൾ അതൊരു 10% അല്ലെ 15%, ഈവൻ 5% ഒക്കെ ഇടിയുമ്പോൾ നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ഇടിയുന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് പൈസ എക്സ്ട്രാ ഇടുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഈ പറയുന്ന എല്ലാ അലോക്കേഷനും നോക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കൊരു മാസ വരുമാനം SWP രീതിയിൽ മ്യൂച്വൽ ഫണ്ടിലൂടെ നമുക്ക് നേടാനായിട്ട് സാധിക്കുക. എല്ലാവരും നല്ല രീതിയിൽ ചെയ്യുക. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിൽ ഒക്കെ അക്കൗണ്ട് എടുക്കാനും മറ്റും താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഏഞ്ചൽ ഫണ്ട്, അസറ്റ് പ്ലസ്, മ്യൂച്വൽ ഫണ്ട് മാത്രമാണ് എടുക്കുന്നതെങ്കിൽ അസറ്റ് പ്ലസ് എടുത്താൽ മതിയാകും. അപ്പോൾ ആപ്ലിക്കേഷനിലും എൻ്റെ നമ്പറുണ്ട്, ഡിസ്ക്രിപ്ഷനിലും എൻ്റെ നമ്പറുണ്ട്. 2 നമ്പറുകളുണ്ട് കേട്ടോ, 2 നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് വാട്സപ്പ് ചെയ്യുന്നതായിരിക്കും സൗകര്യം. അവിടെ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഏഞ്ചൽ ഫണ്ട്, പിന്നെ അസറ്റ് പ്ലസ്, പിന്നെ അപ്സ്റ്റോക്സിൻ്റെയും കൂടെ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. മ്യൂച്വൽ ഫണ്ട് മാത്രം ചെയ്യുന്നവർ അസറ്റ് പ്ലസ് എടുത്താൽ മതി. അവിടെയാണ് ഒരുപാട് ഓപ്ഷൻസ് ഉള്ളത്, മറ്റ് ചാർജുകളുമില്ല. താങ്ക് യു ഫോർ വാച്ചിങ്. എന്തായാലും എത്രയും പെട്ടെന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. കൂടെ ഒരു കാര്യം കൂടെ പറയട്ടെ, സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ മറക്കാതിരിക്കും. ഡെയിലി ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, 100 രൂപ വെച്ച് വരെ നമുക്ക് ഡെയിലി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. ഈ പറഞ്ഞ ഫണ്ടുകളിലൊക്കെ നമുക്ക് ഈ ഡെയിലി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഡെയിലി ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ അതും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേക്കാം. ഒരു ദിവസം ഇപ്പോൾ 100 രൂപയാണ് നമ്മളിടുന്നത്. നമ്മളൊരു ചായ പൈസ മാറ്റി വെക്കുന്നു. അത് സ്വർണ്ണത്തിലിടാം, സ്മോൾ ക്യാപ്പിലോ ലാർജ് ക്യാപ്പിലോ മിഡ് ക്യാപ്പിലോ ഏത് ഫണ്ടുകളിലും ഇടാം. 100 രൂപ മുതൽ മുകളിലേക്ക് ഇടാം. തിങ്കൾ മുതൽ വെള്ളി വരെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. ചില അവധി ദിവസങ്ങളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവുകയോ ഇല്ല, ശനി ഞായറും ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവുകയുമില്ല. അപ്പോൾ ഒരു മാസം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് 2200 രൂപയാണ് കേട്ടോ. ഏകദേശം 2200 രൂപയാണ് ഒരു മാസം ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. അല്ലാതെ 3000 രൂപയല്ല, കാരണം ശനി ഞായറും ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇതൊക്കെ ഞാൻ പറയുന്നത് എല്ലാവരും തുടങ്ങണം എന്നാണ് പറയുക. ഒരു ദിവസം 100 രൂപയെങ്കിലും നമ്മൾ മാറ്റി വെച്ചേ പറ്റൂ. അല്ല, ഇവിടെ ഡെയിലി കാൽക്കുലേറ്റർ ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം ഡെയിലി കാൽക്കുലേറ്റർ ഇങ്ങനെ വന്ന് പോപ്പുലർ ആകുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഡെയിലി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി, നിങ്ങൾക്ക് സ്വന്തമായിട്ടും ചെയ്യാൻ പറ്റും കേട്ടോ. ഒക്കെ ഞാൻ വേറെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത്. ആവശ്യപ്പെട്ട അതിൻ്റെ ട്യൂട്ടോറിയൽ നമുക്ക് ചെയ്യാമെന്നുള്ളൂ. ഈസി ആയിട്ട് ഈ ആപ്ലിക്കേഷനിൽ കയറി ചെയ്യാൻ പറ്റുന്നതാണ്. ഡെയിലിന്നും മന്ത്ലിന്നും ഉണ്ട്, ഡെയിലി കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇത് ഗോൾഡിലും മറ്റുമൊക്കെ കുറച്ച് സ്വർണ്ണത്തിൽ ചെയ്യണം. അത് ഞാനിത് പറഞ്ഞിട്ടില്ല, ഈ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലെങ്കിലും അതും ചെയ്യണം. നമ്മുടെ ക്യാപിറ്റലിൻ്റെ ഒരു 10 മുതൽ 20% വരെ സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ് റൂളില്ല, അങ്ങനെ നിർബന്ധമില്ല, പക്ഷേ അത് ചെയ്യണമെന്നാണ് കേട്ടോ. അതുകൊണ്ട് അതും നോക്കുക. ഈ ഡെയിലി ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ പിന്നെ എല്ലാ ദിവസവും ഇൻവെസ്റ്റ്മെൻറ്റ് പോകുമല്ലോ, മാർക്കറ്റുള്ള എല്ലാ ദിവസവും. അപ്പോൾ മാർക്കറ്റിൻ്റെ ഫ്ലക്ച്വേഷൻ നമുക്കൊരു വിഷയമല്ല. ചിലവർക്ക് മാസത്തിൽ ഏത് ദിവസം ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെയുള്ളവർ ഇങ്ങനെ ചെയ്തോ, എല്ലാ ദിവസവും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഈ 100 എന്നുള്ളത് പല ഫണ്ടുകളിലായിട്ട് ഒരു 500 രൂപയോ, പൈസ ഉള്ളവർ ഒരു 1000 രൂപയൊക്കെ ചെയ്യുന്ന വളരെ നല്ലതായിരിക്കും. ഉള്ളത് അനുസരിച്ച് മതി കേട്ടോ. പിന്നെ കുറേ നാൾ ചെയ്തിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഇത് പോസ് ചെയ്യാനും പറ്റും. SIP പോസ് ചെയ്ത് വെക്കാനോ സ്റ്റോപ്പ് ചെയ്യാനോ ഒക്കെ പറ്റുന്നതാണ്. പിന്നെ മാത്രവുമല്ല, ഇതൊരു കോർപ്പസ് ആയി കഴിഞ്ഞാൽ ലോൺ എടുക്കാൻ പറ്റും. അത് എത്ര പേർക്ക് അറിയാം ലോൺ? അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിൽ ആർക്കെങ്കിലും ലോൺ എടുക്കണമെന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ലോണിൻ്റെ സ്പെല്ലിങ് തെറ്റിപ്പോയല്ലോ, LOAN. ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മുടെ കസ്റ്റമേഴ്സിന് ആർക്കെങ്കിലും ലോൺ എടുക്കണമെങ്കിൽ ജസ്റ്റ് പേപ്പർലെസ് വർക്കാണ്, നമുക്കിത് ലോൺ എടുക്കാൻ പറ്റും. പലിശ വരുന്നത് 9 സംതിങ് ആണ്, 10% ഇല്ല. 9.5 ആണോ 7 ആണോ അങ്ങനെ എന്താ ഒരു ഇതാണ് വരുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇമെയിൽ വരും, ഇമെയിൽ അയക്കാം, അതിൽ കാണാൻ പറ്റും എത്രയാണ് ഇൻട്രസ്റ്റ് വരുന്നത് പെർ ഇയർ. അപ്പോൾ അതിൽ കൂടുതൽ റിട്ടേൺ ഇതിൽ കിട്ടുന്നുണ്ടെങ്കിൽ അല്ലേ, ഇപ്പോൾ 12% കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പലിശ എന്ന് പറയുന്ന ഇതിൽ നിന്ന് റിട്ടേണിൽ തന്നെ നമുക്ക് പോകുന്നതാണ്. അതായത് നമ്മളിത് മ്യൂച്വൽ ഫണ്ട് വിൽക്കണ്ട എന്നർത്ഥം. മ്യൂച്വൽ ഫണ്ട് വിൽക്കുമ്പോൾ ടാക്സ് വരും അല്ലേ,
അങ്ങനെ ടാക്സ് വരാം, പിന്നെ അതിൻ്റെ ഒരു വളർച്ചാ സാധ്യത, കോമ്പൗണ്ടിങ് റിട്ടേൺ ഇതെല്ലാം പോകും. അപ്പോൾ നമുക്കൊരു എമർജൻസി വേണമെങ്കിൽ പെട്ടെന്ന് ലോൺ കിട്ടും. നമ്മൾ ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ പകുതിയിൽ താഴെയൊക്കെ ലോൺ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് 5 ലക്ഷം ഒന്നും കിട്ടത്തില്ല, ഒരു 4 ലക്ഷം അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ വേറെ ഒരു കാര്യം, 10 ലക്ഷം നമ്മുടെ വാല്യൂ ആണ്. അതായത് നമ്മൾ ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ഇതിൽ 5 ലക്ഷം ആയിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അത് വളർന്ന് 10 ആയതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ 10 ലക്ഷം വെച്ചിട്ടാണ് കണക്ക് കൂട്ടുക. അത് 15 ആകുമ്പോൾ അത് വളർന്ന് ചിലപ്പോൾ 15 ആകുമായിരിക്കും. അപ്പോൾ അതിൻ്റെ 15 ലക്ഷമാണ് വാല്യൂ. അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 7.5, നമുക്കൊരു 6.5 ആ റേഞ്ചിലാണ് നമുക്ക് ലോൺ കിട്ടുക. അപ്പോൾ അതൊക്കെ വിശദമായിട്ട് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഞാൻ പറഞ്ഞു പോയപ്പോൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, കാരണം ഇതെല്ലാം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ ബാധിക്കുന്നുണ്ടല്ലോ. പെട്ടെന്ന് ചിലപ്പോൾ ഒരു എമർജൻസി വരാം, അതൊക്കെ വരാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലോണിൻ്റെ കാര്യം കൂടെ ഇതിൽ എടുത്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. മറ്റ് കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോകളിൽ സംസാരിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. അക്കൗണ്ട് എടുക്കാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. Thank you for watching. Mutual fund investments are subject to market risks. Read all scheme-related documents carefully before investing. Past performance is not indicative of future performance.